എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് യഹോവ നമ്മോട് ചോദിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മീഖ പ്രവാചകനിൽ നിന്നും ശ്രവിക്കാം. മീഖ 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഈ വാക്യം പഴയ നിയമത്തിലെ ഒരു പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്. അവിടെ പ്രവാചകനായ മീഖ ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ സന്ദേശം നൽകുന്നു. ഈ അധ്യായത്തിൽ ദൈവം പ്രധാനമായും ഇസ്രായേലിനെ വിചാരണ ചെയ്യുന്നു. അവൻ്റെ വിശ്വസ്തതയ്ക്ക് ശേഷവും അവരുടെ അനീതികളും അവിശ്വസ്തതയും വിവരിക്കുന്നു. ഇസ്രായേൽ ജനത മതപരമായ ആചാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ നീതി, കരുണ, വിനയം എന്നിവയ്ക്കുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ ആഗ്രഹവുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല. അത്യുന്നതനായവൻ അവരിൽ നിന്ന് ആഗ്രഹിച്ചത് അതിരുകവിഞ്ഞ മൃഗബലികളല്ല. തീർച്ചയായും നരബലിയും അവൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ന്യായം, ദയ, താഴ്മ എന്നിവയാണ് തനിക്ക് വേണ്ടത്. ഇവ അനുസരിക്കുന്ന ഏത് മനുഷ്യനും വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയും. മാനസാന്തരപ്പെടാത്ത ഒരുവന് ഇത്തരത്തിലുള്ള നീതിപ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുകയില്ല. തൻ്റെ ജനത്തിൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ദൈവം ഏറ്റവും വിലമതിക്കുന്നത് എന്താണെന്ന് ഈ വാക്യം വാറ്റിയെടുക്കുന്നു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ: ആളുകളോട് നീതിപൂർവം പെരുമാറുക, അനീതിക്കെതിരെ നിലകൊള്ളുക, വ്യക്തിപരമായ പെരുമാറ്റത്തിലും സമൂഹത്തിലും നീതി ഉറപ്പാക്കുക എന്നിവയാണ്. സ്നേഹനിർഭരമായ കാരുണ്യം, അനുകമ്പയോടും സഹാനുഭൂതിയോടുമുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ കരുണയെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തോടുള്ള നമ്മുടെ ആവശ്യത്തെക്കുറിച്ചുള്ള നിരന്തരമായ അവബോധത്തോടെ ജീവിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം താഴ്മയോടെ നടക്കുക. നമ്മുടെ അഹങ്കാരത്തിനോ ആഗ്രഹത്തിനോ മുകളിൽ അവൻ്റെ ഇഷ്ടം സ്ഥാപിക്കുക. മതപരമായ ആചരണത്തേക്കാൾ ആത്മീയ ജീവിതമാണ് ഉത്തമമെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനമാണിത്. നമ്മുടെ ഇടപെടലുകളിൽ നീതി പാലിക്കാനും നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ നീതിക്ക് വേണ്ടി വാദിക്കുവാനും അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. കരുണയും അനുകമ്പയും പരിശീലിക്കുക. പകരം ഒന്നും പ്രതീക്ഷിക്കാതെ ദയ കാണിക്കുക. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിനയം തേടുക. അവൻ്റെ മാർഗനിർദ്ദേശത്തിലുള്ള നമ്മുടെ ആശ്രയത്വം തിരിച്ചറിയുക. സ്നേഹപിതാവേ, പദവി, അധികാരം അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ എന്നിവയെ പലപ്പോഴും വിലമതിക്കുന്ന ഒരു ലോകത്ത് ദൈവത്തിൻ്റെ മൂല്യങ്ങൾ കാലാതീതമാണെന്നും നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും അവനുമായുള്ള ബന്ധം നിലനിർത്തുന്നതിലും വേരൂന്നിയതാണെന്നും മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നീതിയും കരുണയും വിനയവും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം ഉൾക്കൊള്ളാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.